യുപിയിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനുവരി 13 ആരംഭിച്ച കുംഭമേള ഫെബ്രുവരി 26 സമാപിക്കുന്നത്. കോടിക്കണക്കിന് ജനങ്ങൾ ഒഴുകിയെത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആത്മീയ സംഗമ വേദിയായി പ്രയാഗ്രാജിലെ ഗംഗാതീരം മാറിയിരിക്കുന്നു. എന്താണ് കുംഭമേളയുടെ ഐതിഹ്യം? ഹൈന്ദവ പുരാണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കുംഭമേളകൾ നടക്കുന്നത്. ദേവന്മാരും അസുരന്മാരും തമ്മിൽ നടന്ന ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് കുംഭമേളകൾ രൂപപ്പെട്ടിരിക്കുന്നത്. അതിന്റെ കഥ ഇപ്രകാരമാണ്. നിത്യ യൗവനം നേടുന്നതിനുള്ള അമൃത് കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തിയ പാലാഴി മഥനം. ആ പാലാഴി മഥനം നടത്തിയപ്പോൾ നിരവധി വസ്തുക്കൾ അവർക്ക് ലഭിച്ചു. ആ കൂട്ടത്തിൽ ഉൾപ്പെട്ടതാണ് ലക്ഷ്മി ദേവി, ഐരാവതം, കൽപ്പവൃക്ഷം തുടങ്ങിയവയൊക്കെ. അവസാനമായിട്ടാണ് അമൃത് കുംഭം ലഭിക്കുന്നത്. അമൃത് കുംഭവുമായി എത്തിയ ധന്വന്തിരിയുടെ കയ്യിൽ നിന്ന് ദേവരാജാവായ ഇന്ദ്രന്റെ മകൻ ജയന്തൻ ഈ അമൃത കുംഭം തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി. അതേ തുടർന്നുണ്ടായ 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഭീകരമായ യുദ്ധം. ഈ 12 ദിവസം എന്ന് പറഞ്ഞാൽ 12 മനുഷ്യ വർഷങ്ങളാണ്. അങ്ങനെ ഈ 12മായി ബന്ധപ്പെട്ടാണ് 12 വർഷം കൂടുമ്പോൾ കുംഭമേളകൾ നടക്കുന്നത്. അങ്ങനെ അസുരന്മാരും ദേവന്മാരും തമ്മിൽ ആരംഭിച്ച ഈ 12 വർഷത്തെ യുദ്ധത്തിനിടയിൽ ഈ അമൃത കുംഭത്തിൽ നിന്ന് 4 തുള്ളികൾ ഇന്ത്യയുടെ 4 പ്രദേശങ്ങളിൽ വീണു. അത് ഹരിദ്വാർ, നാസിക്, ഉജ്ജയിൻ, പിന്നെ ഇപ്പോൾ മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ്രാജ്. അമൃത തുള്ളികൾ വീണ ഈ 4 പുണ്യസ്ഥലങ്ങളിൽ 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന കുംഭമേളകളിൽ കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു. അവർ വന്ന് പുണ്യനദിയായ ഗംഗയിൽ സ്നാനമേൽക്കുന്നു. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. ഈ സ്നാനം മാത്രമല്ല, അതോടനുബന്ധിച്ച് പ്രാർത്ഥനകൾ, പൂജകൾ, സാംസ്കാരിക സമ്മേളനങ്ങൾ, സാംസ്കാരികമായ നിരവധി ചടങ്ങുകൾ, പരിപാടികളൊക്കെ ഇതോടനുബന്ധമായി നടക്കുന്നുണ്ട്. നഗ്നരോ അർദ്ധനഗ്നരോ ആയ 10,000-കണക്കിന് സന്യാസികൾ, അതുപോലെ തന്നെ മൃതശരീരം ഭക്ഷിക്കുന്ന അഘോരികൾ തുടങ്ങി ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ ഒഴുകി നീങ്ങുന്ന ഗംഗാതീരം എന്ന് പറയുന്നത് ഒരത്ഭുത കാഴ്ചയാണ്. അതിൻ്റെ വിഷ്വലുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രയാഗ്രാജിൽ ഇപ്പോൾ നടക്കുന്ന കാഴ്ചകളിലൂടെ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇന്ത്യയുടെ യഥാർത്ഥ സംസ്കാരം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ലോകത്തിന്റെ മുൻപിൽ തുറന്നു വെച്ചിരിക്കുന്ന ഒരു വാതിലാണ് ഈ മഹാകുംഭമേള എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. മാത്രവുമല്ല, ഈ ഭാരതം എത്രത്തോളം ഇരുളടഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് യാത്ര ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുവാനും ഇത് നമുക്ക് അവസരമൊരുക്കുന്നു. ഗവൺമെന്റ് വലിയ സംവിധാനങ്ങൾ ഇതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 45 കോടിയോളം ആളുകളാണ് 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കുംഭമേളയിൽ പങ്കെടുക്കുകയും ഗംഗയിൽ സ്നാനം ഏൽക്കുകയും ചെയ്യുവാൻ പോകുന്നത്. ഗവൺമെന്റ് ഒരുക്കിയ സംവിധാനങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം മികച്ചതാണ് എന്ന് യോഗി സർക്കാരും മോദി സർക്കാരും അവകാശപ്പെടുന്നു. എന്നാൽ അതിനിടയിൽ തന്നെ ഇത്രയധികം ആളുകൾ വരുന്നിടത്ത് സ്വാഭാവികമായി സംഭവിക്കാവുന്ന പല അനർത്ഥങ്ങൾ ഉണ്ടായതായി നമുക്കറിയാം. അവിടെ കുടിലുകൾക്ക് തീപിടിക്കുന്നു, ഒരു പ്രദേശം മുഴുവൻ അഗ്നിബാധയാൽ നശിച്ചു പോകുന്നു. രണ്ടാമത് കഴിഞ്ഞ ദിവസം ഉണ്ടായ സ്നാനത്തോടനുബന്ധിച്ച് നടന്ന തിക്കിലും തിരക്കിലും പെട്ട് 30ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. സ്വാഭാവികമായും ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരിടത്ത് സംഭവിക്കാവുന്ന ചെറിയ അനർത്ഥങ്ങളൊക്കെ അവിടെയും ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നുമല്ല എൻ്റെ വിഷയം. ഞാൻ മറ്റൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനാണ് ആഗ്രഹിക്കുന്നത്. 40 കോടിയിലധികം ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു മഹാ ഇവന്റ് നടക്കുമ്പോൾ അനർത്ഥങ്ങളോ ആപത്തുകളോ ഉണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അതിന്റെ അളവുകളെ കുറയ്ക്കുവാനും മരണങ്ങൾ കുറയ്ക്കുവാനും ഒക്കെ ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട ധാരാളം വിമർശനങ്ങളും ഉയരുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗംഗയുടെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട 2014 ഏകദേശം 40,000 കോടി രൂപയാണ് ഇന്ത്യ ഗവൺമെന്റ് അതിനുവേണ്ടി മാറ്റിവെച്ചത്. എന്നാൽ ആ പണം എന്ത് ചെയ്തു എന്ന് നമുക്കറിയത്തില്ല. 2 മാസം മുമ്പ് നടന്ന പരിശോധനയിലും ഈ കോളി ബാക്ടീരിയയുടെ അളവ് വളരെ കൂടുതലാണ് എന്ന റിപ്പോർട്ട് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടിരുന്നു. മാത്രവുമല്ല, ഈ 45 കോടി വരുന്ന ജനങ്ങൾ ഈ ഗംഗ എന്ന് പറയുന്ന നദിയിലിറങ്ങി സ്നാനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഈ ഗംഗയുടെ സ്ഥിതി എന്തായിത്തീരുമെന്നുള്ള കാര്യവും ചിന്തനീയമാണ്. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ കുംഭമേളകളെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്.
അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ ജാതി വ്യവസ്ഥതയുടെ അടിസ്ഥാനമായ ചാതുർവർണ്ണ്യത്തെ നിലനിർത്തുവാൻ വേണ്ടിയുള്ള പദ്ധതിയുടെ ഭാഗമാണ് ഈ കുംഭമേളകൾ എന്നാണ്. എന്നാൽ എൻ്റെ വിഷയം ഇതൊന്നുമല്ല. കുംഭമേളയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. മതേതര രാജ്യമായ ഭാരതത്തിന്റെ സവിശേഷമായ ശ്രദ്ധയെ ആകർഷിക്കേണ്ടുന്ന ഒരു ചടങ്ങ് നാളെ കഴിഞ്ഞ്, അതായത് ഫെബ്രുവരി മാസം 2-ാം തീയതി പ്രയാഗ് രാജിൽ നടക്കുവാൻ പോകുകയാണ്. പ്രയാഗ് രാജിലെ കുംഭമേളയിലെ ബസന്ത് പഞ്ചമി ദിനമായ ഫെബ്രുവരി 2-ന് അവിടെ നടക്കുന്ന പ്രത്യേകമായ ഒരു ചടങ്ങിൽ വെച്ച് അഖണ്ഡ ഹിന്ദു രാഷ്ട്രത്തിനു വേണ്ടിയുള്ള ഒരു പുതിയ ഭരണഘടന പ്രഖ്യാപിക്കുവാൻ പോകുകയാണ്. ബനാറസ് ഹിന്ദു സർവകലാശാല, സമ്പൂർണാനന്ദ സംസ്കൃത സർവകലാശാല, കേന്ദ്ര സംസ്കൃത സർവകലാശാല എന്നിവിടങ്ങളിൽ നിന്നുള്ള 25 പണ്ഡിതർ ചേർന്ന് തയ്യാറാക്കിയിരിക്കുന്ന 501 പേജുകളുള്ള ഈ ഭരണഘടനയുടെ അനാച്ഛാദനമാണ് അവിടെ നടക്കുവാൻ പോകുന്നത്. 2035 അതായത് 10 വർഷം കഴിയുമ്പോൾ ഇന്ത്യയെ ഒരു സമ്പൂർണ്ണ ഹിന്ദു രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിക്കുന്ന തീവ്ര ഹൈന്ദവ സംഘടനകളാണ് ഇപ്രകാരം ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് സ്വാമി ആനന്ദ് സ്വരൂപ് മഹാരാജ് എന്ന വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം പ്രയാഗ്രാജിൽ നടന്ന ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുവാൻ പോകുന്ന ഭരണഘടനയിൽ എന്തൊക്കെയാണ് ഉള്ളടങ്ങിയിരിക്കുന്നതെന്ന് ഏകദേശ ധാരണ പത്രപ്രവർത്തകരുടെ മുൻപിൽ അവതരിപ്പിച്ചു. ഈ പുതിയ ഭരണഘടന അനുസരിച്ച് 16 വയസ്സിൽ ജനങ്ങൾക്ക് വോട്ടവകാശം നൽകും. എന്നാൽ അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത, ഭാരതീയമായ മതങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ. അതായത് ഭാരതീയ മതങ്ങളായ ഹിന്ദുമതം, ജൈനമതം, ബുദ്ധമതം, സിഖ് മതം, ഈ 4 മതങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ. മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും വോട്ടവകാശമില്ല. എന്നാൽ അവർക്ക് ഈ രാജ്യത്ത് സനാതന ധർമ്മത്തെ അംഗീകരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നിലനിൽക്കുകയോ ജീവിക്കുകയോ ചെയ്യാം. രണ്ടാമതായിട്ട് 543 അംഗങ്ങളുള്ള ഒരു ഹിന്ദു പാർലമെന്റ് ആയിരിക്കും ഭരണം നടത്തുന്നത്. അതിന്റെ പേര് ഹിന്ദു ധർമ്മ സൻസദ് എന്നാണ്. വേദ ഗുരുകുലങ്ങളിൽ നിന്ന് ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുന്ന, ഹൈന്ദവ ശാസ്ത്രം പഠിപ്പിക്കുന്ന വേദ ഗുരുകുലങ്ങളിൽ നിന്ന് ബിരുദം നേടിയവർക്ക് മാത്രമേ ഈ പാർലമെന്റിലേക്ക് മത്സരിക്കുവാൻ അനുവാദമുണ്ടാകുകയുള്ളൂ. 25 വയസ്സാണ് മത്സരിക്കുവാനുള്ള കുറഞ്ഞ പ്രായപരിധി. അടുത്തത്, രാജ്യത്തെ എല്ലാ ആളുകളും നിർബന്ധിതമായ സൈനിക സേവനം നടത്തണമെന്നുള്ളതാണ്. മറ്റൊരു വിഷയം ടാക്സുമായി ബന്ധപ്പെട്ടതാണ്. കാർഷിക വൃത്തിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യമായിരിക്കും സ്ഥാപിക്കപ്പെടുവാൻ പോകുന്നത്. ആ രാജ്യത്ത് കർഷക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവരുണ്ടാക്കുന്ന വരുമാനത്തിന് നികുതി ഉണ്ടായിരിക്കുകയില്ല എന്നും ഈ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെടുവാൻ പോകുന്ന ഭരണഘടനയിൽ എന്തൊക്കെയാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് ഫെബ്രുവരി 2-ാം തീയതി വെളിപ്പെടുവാൻ പോകുകയാണ്. വിശദാംശങ്ങൾ അതിന് ശേഷം നമുക്ക് സംസാരിക്കാം. എന്തായിരുന്നാലും സ്വാമി ആനന്ദ് സ്വരൂപ് മഹാരാജ് പറയുന്നത് ഇപ്രകാരമാണ്: ലോകത്ത് ധാരാളം രാഷ്ട്രങ്ങളുണ്ട്. അതിൽ 127 രാഷ്ട്രങ്ങൾ ക്രൈസ്തവ രാജ്യങ്ങളാണ്. 57 രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളാണ്. ഏകദേശം 15 രാജ്യങ്ങൾ ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന രാജ്യങ്ങളാണ്. എന്നാൽ ലോകത്ത് 175 കോടിയോളം ഹൈന്ദവരുണ്ട്. ഹൈന്ദവർക്ക് ഒരു രാജ്യവുമില്ല. ആ അവസ്ഥ അവസാനിപ്പിക്കണം. ഭാരതം ഒരു ഹൈന്ദവ രാഷ്ട്രമായി മാറ്റപ്പെടണം. ഒരു സെക്യുലർ രാജ്യമായി നിലകൊള്ളുന്ന, മതേതര രാജ്യമായി നിലകൊള്ളുന്ന, ആധുനികതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന, വളർച്ച നേടുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം, ഈ രാജ്യത്തെ നൂറ്റാണ്ടുകൾക്ക് പുറകിലേക്ക് കൊണ്ടുപോകുവാനുള്ള പദ്ധതികളും ഭരണഘടനയുമായിട്ടാണ് സ്വാമി ആനന്ദ് സ്വരൂപ് മഹാരാജും സംഘവും വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം.